എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? വിദ്യാർത്ഥികളുടെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ നീറ്റിന്റെ പ്രശ്നങ്ങളോ ഒന്നും അല്ലായിരുന്നു. അവിടെ കേട്ടിരുന്ന മുദ്രാവാക്യങ്ങൾ മുഴുവൻ ആസാദ്. അപ്പൊ അവിടെ എനിക്ക് സംശയമായിരുന്നു, ഇതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണോ അതോ ഒരു ആന്റി നാഷണൽ അല്ലെങ്കിൽ ആന്റി ഗവൺമെന്റ്. I will not say that it's an anti-national. നീറ്റ് ആ എക്സാമിനേഷൻ്റെ പേപ്പർ ലീക്കായി അതിൻ്റെതായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഇത് ലീക്കായത് എവിടെ നിന്നാണെന്നുള്ളത് നമ്മൾ കണ്ടു. അത് BJP ഭരിക്കുന്ന ഗവൺമെന്റ് ജാർഖണ്ഡിൽ നിന്നായിരുന്നു. അപ്പൊ അവിടെ ആ ഒരു വിഷയം അങ്ങ് മാറ്റി വെച്ചുകൊണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുള്ള ഇപ്പൊ മുദ്രാവാക്യങ്ങൾ മുഴുവൻ. എന്തൊക്കെയായിരുന്നു മുദ്രാവാക്യം? 370 ആർട്ടിക്കിൾ ഹടാവോ, ഇതൊക്കെ കേട്ടില്ലേ വീണു? ഇത് യു കനോട്ട് ഡിഫൈ ദിസ് തിങ്. ഇപ്പൊ വിദ്യാർത്ഥി സമരം എന്നുള്ളത് ഞാൻ അങ്ങോട്ട് വരാം. ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല. മുദ്രാവാക്യങ്ങൾ മുഴുവൻ ഒരു സംബന്ധമില്ലാത്ത മുദ്രാവാക്യമായിരുന്നു. ഇപ്പൊ ഈ 3 ഡിമാൻഡ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് ഡെഫിനറ്റ് ആയിട്ടും അമിക്കബിളി ഇരുന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇതിനകത്ത് വരുന്ന വേറൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയോ അക്രമങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞത് വെറുതെ ഇരുന്നിരുന്ന വിദ്യാർത്ഥികളെ പോയി അടിച്ചു, പോലീസ് അക്രമം നടത്തി അവരെ അടിച്ചു ഓടിച്ചു എന്നുള്ളത്. പക്ഷെ തിരിച്ചുള്ളതിൻ്റെ എല്ലാം വീഡിയോ റെക്കോർഡിങ്സും ഇതെല്ലാം ഉണ്ട്. അപ്പൊ ആ ഒരു സ്ഥലത്തായിരിക്കും അത്. വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഒരു പക്ഷെ അതിന് മാപ്പ് കിട്ടുമായിരിക്കും. പക്ഷെ വിദ്യാർത്ഥികളല്ലാതെ പെയ്ഡ് ആയിട്ടുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളതും അവരെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ പ്രക്ഷോഭങ്ങൾക്ക് മുഴുവൻ ഒരു ഉത്തരം, അതിനുള്ളൊരു എക്സ്ക്യൂസ് ഗവൺമെന്റ് കൊടുക്കുമെന്നുള്ളത് എനിക്കറിയാം. 1 ലക്ഷം റുപ്യ പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇപ്പോൾ ദില്ലി പോലീസിലെ ഒരു ഉന്നതനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിനിയുടെ മുഖത്തടിച്ചതിന്റെ പേരിൽ. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. വിദ്യാർത്ഥികളെ അതിക്രൂരമായി ആക്രമിക്കുന്നു. പുരുഷ പോലീസുകാർ വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നു. ആണി വെച്ച ലാത്തി കൊണ്ട് സ്വകാര്യ ഭാഗങ്ങളിൽ പോലും തല്ലുന്നു. എന്നെ സംശയിക്കരുത്. ഈ ദൃശ്യങ്ങളും നാം കണ്ടതാണ് അതിക്രൂരമായി. ഇന്നിപ്പോൾ പെല്ലറ്റ് ഗണ്ണ് ഏറ്റ കൈകളും കാലുകളും ഒക്കെ നാം ചിത്രങ്ങളിൽ കാണുന്നുണ്ട്. ഒരാളെ രാഹുൽ ഗാന്ധി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നു. പെല്ലറ്റ് ഗൺ പ്രയോഗിക്കത്തക്ക എന്ത് ക്രൂരതയാണ് ഈ വിദ്യാർത്ഥികളോട് ചിന്തിക്കൂലെന്ന്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. ഞാൻ പിന്നെ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരു മീഡിയ ഒരു ലേഡി ജേർണലിസ്റ്റിനെ it was almost like I couldn't even watch that thing. Molestation എന്ന് പറയുന്ന ഒരു സംഭവം, അതും ഇതിനകത്തുള്ള ആളുകളല്ലേ ചെയ്തത്, അത് പോലീസുകാരൊന്നുമല്ലല്ലോ ചെയ്തത്. ഒരുപാട് കള്ളങ്ങളുണ്ട്. പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. ഇതിനെ യൂസ് ചെയ്തുകൊണ്ട് പല അട്രോസിറ്റീസും അവിടെ നടന്നിട്ടുണ്ട്. ആ അട്രോസിറ്റീസിനെ മുഴുവൻ വെളിയിൽ കൊണ്ടുവരണം. ആരാണ് ഈ ആളുകൾ? ആരാണ് ഇതിനകത്ത് വന്നുകൊണ്ട് ഇത്രയധികം അട്രോസിറ്റീസ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതിനകത്ത് കാണിച്ചിട്ടുള്ള വെറും പോലീസുകാരും അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ വളരെ മിനിമലായിരുന്നു വിനു. അവിടെ വന്നിരിക്കുന്ന മുഴുവൻ പെയ്ഡ് ആയിട്ടുള്ള ആളുകളും അവരുടേതായിട്ടുള്ള അട്രോസിറ്റീസ്. ഏറ്റവും പ്രധാനപ്പെട്ട അഖിലേന്ത്യാ വിദ്യാർത്ഥി സമരമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യയിൽ വളരെ നേരത്തെ ആരംഭിച്ചു. 1885 കോൺഗ്രസ് ഉണ്ടാകുന്നത്. 1890 തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യയിൽ ചെറിയ തോതിലാണെങ്കിലും സഹകരണ പ്രസ്ഥാനം, 1930 നിയമലംഘന പ്രസ്ഥാനം, 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഇതിലൊക്കെ വിദ്യാർത്ഥികളെ രംഗത്തിറക്കാൻ ഏറ്റവും അധികം പണിയെടുത്ത ഒരാള് ഗാന്ധിജി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ആ ഗാന്ധിജിയുടെ പ്രതിഫലമെടുത്ത് എന്നിട്ടാണ് ഇപ്പോ നമ്മുടെ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരും ബാക്കിയുള്ളവരൊക്കെ ഈ കാര്യത്തിൽ ഏതാണ്ട് ഒരു പ്രതിജ്ഞ എടുക്കും പോലെ സംസാരിക്കും. നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി. 1952 ഫെബ്രുവരി 21 എൻ്റെ ഓർമ്മ. കിഴക്കൻ പാകിസ്ഥാനിൽ ബംഗാളി ഭാഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ നടത്തിയ സമരമാണ് അവസാനം 71 ബംഗ്ലാദേശിന്റെ സൃഷ്ടിയിൽ അവസാനിച്ചത്. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ എന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ജനാധിപത്യം, മതേതരത്വം, ദേശീയത തുടങ്ങിയുള്ള ആശയങ്ങളുടെ കൂടെ കർഷകരും തൊഴിലാളികളും അധ്യാപകരും ഒക്കെ ചേർന്നു. അങ്ങനെയാണ് മുക്തിവാഹിനിയും മുജീബുർ റഹ്മാനും ഒക്കെ രംഗത്ത് വരുന്നത്. മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. അതിന്റെ ഓർമ്മയ്ക്കാണ് നമ്മളിപ്പോ ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായിട്ട് കൊണ്ടാടുന്നത്. എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി 1989 ടിയാനൻമെൻ സ്ക്വയറിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചു. പുതിയ പാരയായിരിക്കും.
അത് നിഷ്ഠുരമായ രീതിയിൽ അടിച്ചമർത്തി ഗവൺമെന്റ്. എൻ്റെ കണക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ഞാൻ വായിച്ച ഒരു റിപ്പോർട്ടിൽ 2600 കുട്ടികൾ അന്ന് മരിച്ചുപോയി. ഏറ്റവും പുതിയ കാര്യം നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടത് 1922 ശ്രീലങ്കയിൽ ഒരു വിദ്യാർത്ഥി സമരം പൊട്ടിപ്പുറപ്പെട്ടു. അത് അവിടുത്തെ ഗവൺമെന്റിനെ അട്ടിമറിച്ചു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. 1924 ബംഗ്ലാദേശിൽ ഒരു വിദ്യാർത്ഥി സമരം പൊട്ടിപ്പുറപ്പെട്ടു. ഷെയ്ഖ് ഹസീന വാജിദിന്റെ ഗവൺമെന്റിനെ അട്ടിമറിച്ചു. ഹസീന വാജിദ് ഇപ്പോഴും ഇന്ത്യയിൽ അഭയാർത്ഥിയാണ്. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു 2025 നേപ്പാളിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടുത്തെ ഗവൺമെന്റിനെ അട്ടിമറിച്ചു. ഇപ്പൊ 2026 ഇന്ത്യയിൽ മോദി ഗവൺമെന്റ് അങ്ങനെ ഒന്നിനെ നേരിടുക. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഇതൊരു ചെറിയ സംഗതിയല്ല. കാരണം രാഷ്ട്രീയക്കാരുടെ മാതിരി ചില ഹിഡൻ അജണ്ടയൊന്നും ആയിട്ടല്ല അവർ വരുന്നത്. അവർ പറഞ്ഞ കാര്യം ഇതിനെ ആലോചിച്ച് നോക്കൂ. അവർ പറഞ്ഞ കാര്യം എത്ര ലളിതമായി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളത് ഒരു വളരെ ചെറിയൊരു മിനിമം ഡിമാൻഡാണ്. ആ പ്രശ്നത്തെ പ്രതി 20 കുട്ടികൾ ആത്മഹത്യ ചെയ്തെന്നാണ് ഞാൻ വായിച്ചത്. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ പോലീസും പട്ടാളമൊക്കെ ഇറങ്ങുന്നതൊക്കെ ലോകം മുഴുവൻ ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണ്. എന്തൊരു നാണക്കേടെന്ന് ഒരു വിദ്യാർത്ഥി സമരത്തെ നേരിടുകയാണിത്. അവരോട് സംസാരിക്കാം, അവരോട് ചർച്ച ചെയ്യാം, അവരെ ചർച്ചയ്ക്ക് വിളിക്കാം. അവർ ഈ നാട്ടിലെ പൗരന്മാരൊതുക്കിയും ഈ സംഗതി തീർക്കാം എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് ഗവൺമെന്റ് ഇപ്പോ മുക്തമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പൊ അതിന് പിന്തുണ കൊടുക്കുന്നു. അവർ പിന്തുണ കൊടുക്കാൻ ഇത്തിരി വൈകിപ്പോയി എന്നൊരു പരാതിയുള്ള ആളാണ്. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. അത്ര വലിയൊരു സമരമാണത്. യാതൊരു കാരണവശാലും അവർ തോറ്റുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ അവരെ പറ്റി എന്താ, ദേശവിരുദ്ധരാണ്, ആന്റി നാഷണലാണ്, അത് പാകിസ്ഥാനാണ്, തീവ്രവാദികളാണ്, അതൊക്കെ എപ്പോഴും പറയുന്ന വാക്യങ്ങളാണ്. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അതൊന്നും നടപ്പാവും. അത്തരം പ്രചാരവേലകളൊന്നും എവിടെയും ഏശുകയില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ പല ഭാഗത്തുള്ള വലിയ സിനിമാ നടന്മാർ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. 20 കുട്ടികൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ആത്മഹത്യയുടെ മുമ്പിൽ ഇരുന്നിട്ട് അവരുടെ കൂടെ അവരെ സഹായിക്കാൻ വരുന്നവരൊക്കെ കൂലിക്കാരാണ് എന്ന് പറയുന്നത് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ മര്യാദകേടാണ്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.